ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 10. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. വിവർത്തനം. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. ഭാവാർത്ഥം. ബുദ്ധിയോഗമെന്ന വാക്ക് ഇവിടെ സാരഗർഭമാണ്. 2-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് താൻ പല വിഷയങ്ങളെക്കുറിച്ചും വിവരിച്ചു കഴിഞ്ഞുവെന്നും മേലിൽ ബുദ്ധിയോഗത്തിൻ്റെ പദ്ധതി പറഞ്ഞു തരാമെന്നും പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ ബുദ്ധിയോഗത്തെക്കുറിച്ചാണ് ഉപദേശിക്കുന്നത്. ബുദ്ധിയോഗമെന്നാൽ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന പ്രവർത്തനമാണ്. അതാണ് ബുദ്ധിയുടെ അത്യുത്കൃഷ്ട നില. യോഗമെന്നത് സിദ്ധിവൈഭവമോ യോഗാത്മകമായ ഉയർച്ചയോ ആണ്. ഒരാൾ കൃഷ്ണസന്നിധിയിലേക്ക് അഥവാ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൃഷ്ണാവബോധമാർന്ന് ഭക്തിപൂർവം ഭഗവത് സേവനത്തിലേർപ്പെടുന്നതാണ് ബുദ്ധിയോഗം. ഭൗതിക ലോകത്തിലെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയയാണ് ബുദ്ധിയോഗമെന്നും പറയാം. പുരോഗതിയുടെ ആത്യന്തിക ലക്ഷ്യം കൃഷ്ണൻ തന്നെ. ജനങ്ങൾക്ക് ഇതറിഞ്ഞുകൂടാ. അതിനാൽ ഭക്തന്മാരുടെയും വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിൻ്റെയും സഹവാസം പ്രാധാന്യമർഹിക്കുന്നു. കൃഷ്ണനാണ് തൻ്റെ പ്രാപ്യസ്ഥാനമെന്ന് ഒരാൾ അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ ആ വഴിക്ക് നടന്ന് ലക്ഷ്യത്തിലെത്തിച്ചേരാം. ജീവിത ലക്ഷ്യമെന്തെന്നറിഞ്ഞിട്ടും കർമ്മഫലാസക്തി കൈവിടാത്തവനത്രേ കർമ്മയോഗി. ലക്ഷ്യം കൃഷ്ണനാണെന്നറിഞ്ഞാലും കൃഷ്ണനെപ്പറ്റിയുള്ള ഊഹാപോഹങ്ങളിൽ തത്പരനായിരിക്കുന്നവൻ ജ്ഞാനിയോഗിയാണ്. ലക്ഷ്യമറിഞ്ഞ് പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നയാൾ ഭക്തിയോഗിയും. അതുതന്നെ ബുദ്ധിയോഗം അഥവാ പൂർണ്ണമായ യോഗം. അതാണ് ജീവിതത്തിൻ്റെ ഉന്നതമായ സമ്പൂർണാവസ്ഥ. വിശ്വാസ്യനായൊരു ആധ്യാത്മിക ഗുരുവുണ്ടായാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും ശരി, മുന്നേറാനുതകുന്ന ബുദ്ധിശക്തി ഒരാൾക്കില്ലെങ്കിൽ അയാൾക്ക് കൃഷ്ണൻ അന്തര്യാമിയായിരുന്ന് ഉപദേശങ്ങൾ നൽകുന്നു. അങ്ങനെ ആ ഭക്തനും അവസാനത്തിൽ പ്രയാസം കൂടാതെ ഭഗവാനിൽ എത്തിച്ചേരാൻ ഇടവരുന്നു. നിരന്തരം കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയും പ്രേമഭക്തിയോടെ കൃഷ്ണൻ്റെ സേവ ചെയ്യുകയുമാണ് ആവശ്യമായ യോഗ്യത. ഭക്തൻ കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. അത് പ്രേമപൂർവമാവുകയും വേണം. ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ടു പോകാൻ തക്ക ബുദ്ധിശക്തി ഇല്ലെങ്കിലും ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ നിർവ്യാജം ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് പുരോഗതിക്കും ഭഗവത് സന്നിധി പോകുന്നതിനുമുള്ള അവസരം കൃഷ്ണൻ നൽകിക്കൊള്ളും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.